ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, പാരഡൈസ് ഓഫ് ദ എർത്ത്. അതെ, നമ്മുടെ സ്വന്തം കാശ്. ഞങ്ങളുടെ ടൂർ ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കാത്ത് എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ത് കംഫർട്ടാണ് ഇവിടെയുള്ള ഓരോരുത്തരും നമ്മൾക്ക് തരുന്നതെന്ന് അറിയാമോ? നേരെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള സരോവർ പോർട്ടിക്ക്. ഡേ 1 മോർണിംഗിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ട കാഴ്ച അതെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് തന്നെ. അതുകൊണ്ട് തന്നെ നാരായണിക്കുട്ടി എല്ലാം കഴിച്ച് ഹാപ്പിയായി വയറിനിറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ നമ്മുടെ ഒരു മലയാളി ഫാമിലിനെ കാശ്മീർ വെച്ച് കാണുമ്പോൾ സന്തോഷം പറയണം. ഫസ്റ്റ് ഡേ അത് ബ്യൂട്ടിഫുൾ ആക്കി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഗാർഡനായ ബാഗി താബൂത്ത്, അത് ശ്രീനഗർ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ഡേ ട്രിപ്പ് തുടങ്ങുക. ഞങ്ങളെല്ലാവരും ടെർമൽസും വിൻ്റർ ക്ലോത്തിങ്ങും ഒക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞിപ്പെണ്ണിനെ ഇടിയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ലാസ്റ്റ് മിഷൻ എല്ലാം സക്സസ് ആയി ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യുക. ഈ ഒരു ഗാർഡനിൽ എന്നെ അട്രാക്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഫ്ലവർ സെറ്റിങ്സ് തന്നെയാണ്. മാത്രവുമല്ല ഇതിലെ പല ഫ്രെയിമിലും നമുക്ക് പല ഫീൽസ് കിട്ടും കേട്ടോ. ഈ ഒരു ഫ്രെയിമിൽ പലരും എന്നോട് ചോദിച്ചു ഇത് സ്വിറ്റ്സർലൻഡ് ആണോ എന്ന് പോലും. സ്വിറ്റ്സർലൻഡ് നേരിട്ട് കണ്ടില്ലാത്തത് കൊണ്ട് ഉത്തരവുമില്ല. പക്ഷേ ഇതൊരു പാരഡൈസ് തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാമോ? ഓരോരുത്തരും നമ്മളെ ഇങ്ങോട്ട് തന്നെ വന്ന് പരിചയപ്പെടുന്നത് ഒരു സന്തോഷം തന്നെ അല്ലേ. കുഞ്ഞിപ്പെണ്ണ് പിള്ളേർക്കൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അടുത്തതൊരു ഡിവൈൻ ലൊക്കേഷൻ തന്നെ ആകാമെന്ന് വിചാരിച്ചു. ശ്രീ ശങ്കരാചാര്യർ ടെമ്പിൾ. ഈ ഒരു ടെമ്പിളിൽ എത്തിച്ചേരാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ എത്തുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ. ശിവനെ തൊഴുത് കഴിയുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്നൊരു കുളിർമയുണ്ടല്ലോ, അത് ഇരട്ടിയാക്കും ഈ വ്യൂ പോയിന്റിൽ നിന്നും കംപ്ലീറ്റ് ശ്രീനഗറിനെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ. ഉയരങ്ങളിലെത്താൻ അത്ര എളുപ്പമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര തുടങ്ങിയത്. കാരണം 300-ൽ കൂടുതൽ പടികൾ ചവിട്ടി വേണം ഈ ഒരു പർവ്വത ക്ഷേത്രത്തിൻ്റെ മുകളിലെത്താൻ. ഏറ്റവും കഠിനമായ കയറ്റത്തിന് ശേഷമാണല്ലോ ഏറ്റവും മികച്ച കാഴ്ച ലഭിക്കുന്നത്. നമ്മുടെ ജീവിതം പോലെ.